ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാജ്യസുരക്ഷയ്ക്കാണ് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശ് സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർക്കാരും കർഷക നേതാക്കളും തമ്മിലുള്ള 4ാം ഘട്ട ചർച്ച ഇന്ന് വൈകിട്ട് ചണ്ഡീഗഡിൽ നടക്കും. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബ് ആക്കാനാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട്ടിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശം പാലിക്കപ്പെട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ജില്ലയിലെ ചികിത്സാ സൌകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്ന് രാഹുൽ ഗാന്ധി MP. രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് മികച്ച ലീഡ്. വാർത്തകൾ വിശദമായി. രാജ്യസുരക്ഷയ്ക്കാണ് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന BJP ദേശീയ കൺവെൻഷന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരപ്രവർത്തനം, നക്സൽവാദം എന്നിവയിൽ നിന്നും മുക്തി നേടിക്കൊണ്ട് രാജ്യം മുന്നേറുകയാണെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഇന്നലെയും അദ്ദേഹം സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. കേന്ദ്ര സർക്കാരും കർഷക നേതാക്കളും തമ്മിലുള്ള 4ാം ഘട്ട ചർച്ച ഇന്ന് വൈകിട്ട് ചണ്ഡീഗഡിൽ നടക്കും. വ്യാഴാഴ്ച വൈകിട്ട് നടന്ന 3ാം റൌണ്ട് ചർച്ച 5 മണിക്കൂറോളം നീണ്ട് വെള്ളിയാഴ്ച പുലർച്ചെയാണ് അവസാനിച്ചത്. കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ടയ്ക്ക് പുറമെ മന്ത്രിമാരായ പീയൂഷ് ഗോയൽ, നിത്യാനന്ദ് റായ്, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. കർഷക സംഘടനകളെ പ്രതിനിധീകരിച്ച് ജഗദിത് സിംഗ് ദല്ലേവാൾ, സർവാൻ സിംഗ് പന്തേർ, ജർണയിൽ സിംഗ് എന്നിവരാണ് പങ്കെടുത്തത്. കർഷക പ്രശ്നങ്ങൾക്ക് സമാധാനപരമായി പരിഹാരം കാണുമെന്ന് ശ്രീ മുണ്ടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജർമ്മനിയിൽ നടക്കുന്ന മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച നടത്തി. ആഗോള പ്രാദേശിക വിഷയങ്ങളിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ഉഭയകക്ഷി സഹകരണത്തെ സംബന്ധിച്ചും അദ്ദേഹം ആശയവിനിമയം നടത്തി. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള സൌഹൃദം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഇടപെടലിനെ ഡോക്ടർ ജയശങ്കർ അഭിനന്ദിച്ചു. യുക്രൈൻ സംഘർഷത്തെക്കുറിച്ച് പോളണ്ട് വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ചർച്ച നടത്തി. സമീപകാല ആഗോള സംഭവ വികാസങ്ങളെക്കുറിച്ച് പോർച്ചുഗൽ, ബെൽജിയം എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ ചർച്ച ചെയ്തു. നാവികസേനയുടെ മിലൻ അഭ്യാസ പ്രകടനത്തിന്റെ 12ാമത് പതിപ്പ് ഈ മാസം 19 മുതൽ 27 വരെ വിശാഖപട്ടണത്ത് നടക്കും. 50-ലധികം രാജ്യങ്ങളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. നാവികസേനകൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്നതാണ് പരിപാടി. സുരക്ഷിത നാവിക ഭാവിക്കായി നാവിക സഖ്യങ്ങൾ രൂപപ്പെടുത്തുക എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന പ്രകടനത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ 20ഓളം കപ്പലുകൾ പങ്കെടുക്കും. MiG-29K, P-8I വിമാനങ്ങളും വിമാനവാഹിനി കപ്പലുകളായ വിക്രാന്ത്, വിക്രമാദിത്യ എന്നിവയും അഭ്യാസത്തിൽ പങ്കെടുക്കും. സുഹൃത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള 15 കപ്പലുകളും പരിപാടിയിൽ അണിനിരക്കും. അന്താരാഷ്ട്ര പരേഡ്, മാരിടൈം സെമിനാർ, മിലൻ ടെക് എക്സ്പോ, മിലൻ വില്ലേജ്, ടേബിൾ ടോപ്പ് അഭ്യാസം എന്നിവയും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. വ്യോമ പ്രതിരോധം, അന്തർവാഹിനി വിരുദ്ധ ഉപരിതല യുദ്ധ പ്രതിരോധങ്ങൾക്കും വിശാഖപട്ടണം കടൽ സാക്ഷ്യം വഹിക്കും. കടൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പുറമെ സുഗമമായ സമുദ്ര വാണിജ്യവും ലക്ഷ്യമിട്ടുള്ളതാണ് മിലൻ അഭ്യാസം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശ് സന്ദർശിക്കും. ഉത്തർപ്രദേശിലുടനീളം 10 ലക്ഷം കോടി രൂപയിലധികം വിലമതിക്കുന്ന 14,000 പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉൽപാദനം, പുനരുപയോഗ ഊർജ്ജം, ITES, ഭക്ഷ്യസംസ്കരണം, ഭവനം, റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റാലിറ്റി, വിനോദം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ടതാണ് പദ്ധതികൾ. സംഭാൽ ജില്ലയിലെ ശ്രീ കൽക്കി ധാം ക്ഷേത്രത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. സുപ്രീം കോടതി ഉത്തരവിട്ട സമയപരിധിക്കുള്ളിൽ തന്നെ ഇലക്ട്രൽ ബോണ്ടുകൾ സംഭാവന ചെയ്യുന്നവരുടെയും സ്വീകരിക്കുന്നവരുടെയും വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. ഒഡീഷയിലെ ഭുവനേശ്വറിൽ ലോക്സഭാ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്ത ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇക്കാര്യം അറിയിച്ചത്. ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിരവധി ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്നതിനാൽ തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ EVM വഴിയോ ബാലറ്റ് പേപ്പർ വഴിയോ വോട്ട് ചെയ്യുന്നത് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കമ്മീഷൻ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനായി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായുള്ള ഉന്നതതല സമിതി രാഷ്ട്രീയ പാർട്ടികൾ, മറ്റു പ്രതിനിധികൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചർച്ച ചെയ്തു. തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയത്ത് നടത്തുന്നതിനെ വിവിധ പാർട്ടി പ്രതിനിധികൾ പിന്തുണച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബ് ആക്കാനാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുമായി വിദ്യാർത്ഥികളുടെ മുഖാമുഖം പരിപാടി കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. വിജ്ഞാന സമൂഹമാക്കുന്നതിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രധാന പങ്കുണ്ട്. ഉപരിപ്ലവമായ പരിഷ്കാരമല്ല, കാലോചിതമായ ഉടച്ചുവാർക്കലാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന മേഖലകളിൽ ഒരുക്കേണ്ട ചികിത്സാ സൌകര്യങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നിർദ്ദേശം വയനാട്ടിൽ പാലിക്കപ്പെട്ടില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കേന്ദ്ര നിർദ്ദേശങ്ങൾ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനത്തോട് വിശദീകരിക്കണം. ഗുരുതരമായ സാഹചര്യത്തിൽ പോലും സർവകക്ഷി യോഗത്തിനെത്താതിരുന്ന വനംമന്ത്രിയെ പുറത്താക്കണം. എന്തുകൊണ്ട് വയനാട് മെഡിക്കൽ കോളേജ് പൂർണ്ണ സജ്ജമായില്ലെന്ന് വിനോദസഞ്ചാരത്തിനെന്ന പോലെ എത്തിയ MP-യും വിശദീകരിക്കണമെന്ന് ശ്രീ മുരളീധരൻ ആവശ്യപ്പെട്ടു. വയനാട്ടിലെ ചികിത്സാ സൌകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്ന് രാഹുൽ ഗാന്ധി MP. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി സംസാരിക്കുമെന്നും വയനാട് സന്ദർശനത്തിനെത്തിയ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞു. കാട്ടാന ബേലൂർ മഖനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകൻ അജീഷിന്റെയും ഫോറസ്റ്റ് വാച്ചർ പോളിന്റെയും കുടുംബങ്ങളെ ശ്രീ രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. വന്യജീവി ആക്രമണ വിഷയത്തിൽ മണ്ഡലത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരുമായുള്ള അവലോകന യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. വയനാട് പുൽപ്പള്ളിയിലെ അക്രമ സംഭവങ്ങളിൽ പോലീസ് 2 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. ആക്രമണത്തിൽ ആസൂത്രണം ഉണ്ടോ എന്ന് അന്വേഷിക്കും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം 5 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. കണ്ടാലറിയാവുന്ന 100 പേർക്കെതിരെ കേസെടുക്കും. കേരളത്തിൽ ഇന്നും ഉയർന്ന ചൂട് അനുഭവപ്പെടുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കണ്ണൂർ, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. ഇത് സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ്. ജനങ്ങൾ പകൽ 11 മുതൽ 3 മണിവരെയുള്ള സമയത്ത് ശരീരത്തിൽ നേരിട്ട് കൂടുതൽ സമയം സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. തമിഴ്നാട്ടിലെ വിരുദുനഗറിൽ പടക്ക നിർമ്മാണശാലയിൽ 10 പേർ മരിച്ച സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. രാജ്കോട്ടിൽ നടക്കുന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിന്റെ 2ാം ദിനത്തിന് ശേഷം വ്യക്തിപരമായ കാരണങ്ങളാൽ താൽക്കാലികമായി പിന്മാറിയ ഇന്ത്യയുടെ ബൌളർ R അശ്വിൻ 4ാം ദിവസം കളിക്കളത്തിൽ തിരിച്ചെത്തുമെന്ന് BCCI അറിയിച്ചു. രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 502 റൺസിന്റെ 2ാം ഇന്നിംഗ്സ് ലീഡ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 376 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്ത്യയ്ക്കു വേണ്ടി യശസ്വി ജയ്സ്വാൾ സെഞ്ചുറി നേടി പുറത്താവാതെ നിൽക്കുകയാണ്. പരമ്പരയിലെ യശസ്വിയുടെ 2ാം സെഞ്ചുറിയാണിത്. 2024 ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 3 സ്വർണം നേടി. ഇറാനിലെ ടെഹ്റാനിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ തജിന്ദർ പാൽ സിംഗ് ടൂർ, ഹർമിലൻ ബെയിൻസ്, ജ്യോതി യർരാജി എന്നിവരാണ് സ്വർണം നേടിയത്. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ FC ബംഗളൂരു FCയുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. FIH വനിതാ ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യ ഇന്ന് അമേരിക്കയെ നേരിടും. വൈകിട്ട് 7:30 റൂർക്കേലയിലെ ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ ഇന്ത്യ 1-0 ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയിരുന്നു. 2 ജയവും 5 തോൽവിയും ആകെ 6 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്താണ് ഇന്ത്യ. 33 പോയിന്റുമായി നെതർലൻഡ്സാണ് 1ാം സ്ഥാനത്ത്. കോളറ പടരുന്ന സാംബിയയ്ക്ക് ഇന്ത്യയുടെ സഹായം. ജലശുദ്ധീകരണ സാമഗ്രികൾ, ക്ലോറിൻ ഗുളികകൾ, ORS എന്നിവയാണ് എത്തിച്ചത്. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഇത് സാംബിയയ്ക്ക് കൈമാറിയതായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ അറിയിച്ചു. അഫ്ഗാൻ കുടിയേറ്റക്കാരെ അടിച്ചമർത്തുകയും രാജ്യത്തു നിന്ന് പുറത്താക്കുകയും ചെയ്യുകയാണ് പാകിസ്ഥാനെന്ന് താലിബാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഷേർ മുഹമ്മദ് അബ്ബാസ് പറഞ്ഞു. കുടിയേറ്റക്കാരെ അഫ്ഗാനിലേക്ക് മടങ്ങാൻ പാകിസ്ഥാൻ നിർബന്ധിക്കുകയാണ്. 1971 ബംഗ്ലാദേശ് പാകിസ്ഥാൻ സംഘർഷത്തിന് കാരണമായ ക്രൂരതകളാണ് നടക്കുന്നതെന്നും ഷേർ മുഹമ്മദ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യസുരക്ഷയ്ക്കാണ് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശ് സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർക്കാരും കർഷക നേതാക്കളും തമ്മിലുള്ള 4ാം ഘട്ട ചർച്ച ഇന്ന് വൈകിട്ട് ചണ്ഡീഗഡിൽ നടക്കും. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കാനാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട്ടിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശം പാലിക്കപ്പെട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ജില്ലയിലെ ചികിത്സാ സൌകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്ന് രാഹുൽ ഗാന്ധി MP. രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് മികച്ച ലീഡ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.